കേരളത്തിൽ രൂപം കൊണ്ട പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുന്ന ഇടങ്ങളായും മാറുന്നുണ്ട് എന്ന് നടിയും എഴുത്തുകാരിയുമായ ജോളി ചിറയത്ത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ രൂപപ്പെടുന്ന പെൺഗ്രൂപ്പുകൾ സ്ത്രീകളുടെ ആത്മപ്രകാശനത്തിനുള്ള വേദിയാവുന്നതോടൊപ്പം അമിത മദ്യാസക്തി പോലെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള തിരുത്തൽ ശക്തിയായി മാറിയ നിരവധി അനുഭവങ്ങളുണ്ടെന്ന് ജോളി ചിറയത്ത് പറഞ്ഞു. തളിക്കുളം ഗവൺമെന്റ് സ്കൂളിലെ 1991 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ലൈഫ് 91ന്റെ കുടുംബസംഗമമായ ഓർമ്മ 34 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ചടങ്ങിൽ ലൈഫ് 91 ഭാരവാഹികളായ ജസീക വി എം, ബിജിത്ത് വി ബി, സഗീർ പി ടി, ബൈജു വേലായുധൻ, സ്നേഹ ലിജി, രാജേഷ് മോഹൻ എന്നിവർ സംസാരിച്ചു. ജീവിതത്തിൽ വിവിധ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ സംഘടനാ അംഗങ്ങളെയും അവരുടെ മക്കളെയും യോഗത്തിൽ ആദരിച്ചു. വിദ്യാഭ്യാസ അവാർഡ് ദാനവും അംഗങ്ങളുടെയും മക്കളുടെയും കലാപ്രകടനങ്ങളും നടന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന സംഘടനയാണ് ലൈഫ് 91. അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലേ, നമ്മൾ 47 വയസ്സ് കഴിഞ്ഞിട്ട് ഹോർമോൺസ് ആക്റ്റീവ് ആകുന്ന ഡിപ്രഷനൊക്കെ പോകുന്നത് എല്ലാവർക്കും ശരീരകരമായി മാറുന്ന സമയം കൂടിയാണ്. ആ സമയത്ത് നമ്മൾ പ്രായം ഓർമ്മപ്പെടുന്നതെന്ന് 2 കൊല്ലം എടുക്കുന്നത് ഡിപ്രഷൻ ചുമ ആവശ്യത്തിന് കഴിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ 85 വയസ്സാണ് ഇപ്പോൾ വയസ്സൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഞാൻ കണ്ടെത്തി. ഞാൻ പറയാൻ വരുന്നത് വളരെ ഇൻഫോർമലായിട്ട് പറയാം. ഒരു കാലത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ കാലങ്ങളിൽ സത്യമാണ്, ഓരോരുത്തരും ജീവിക്കുന്നു. ഏറ്റവും പച്ച പിടിച്ച ഓർമ്മ തന്നെയാണ് നമ്മൾ ഏതാണ് കൂടുതൽ ഓർക്കുന്നത്, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് അധികം പോയിട്ടില്ല. അധികം പോയിട്ടില്ലാത്ത നമ്മളതിനെ കുട്ടികളും എനിക്ക് എപ്പോഴും പറയുന്നത് മനുഷ്യന്മാർ കൂടുതൽ സയൻസും അതുപോലെ സൈക്കോളജിയും വികസിച്ചൊരു കാലത്ത് നമ്മളെ മൂഡ്സിനെ കുറിച്ചാണ് പറയുക. നമ്മുടെ മാനസികമായി നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സൈക്കോളജിക്ക് നമ്മൾ ഹീൽഡായിട്ടില്ല, നമ്മുടെ മൂഡ്സ് ഹീൽഡായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട്, കാര്യങ്ങൾ ചിന്തിക്കുന്ന, വാശി നിൽക്കുന്ന, കുറുമ്പ് കാണിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഉള്ളിൽ എപ്പോഴുണ്ട്. ഇതിനെ ട്രിഗർ ചെയ്യുന്നതാണ് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ വയലൻസ് കാണിക്കുക, കൂടുതൽ സ്നേഹം കാണിക്കുക, കൂടുതൽ കരച്ചിൽ, ഇതെല്ലാം ഇവരുടെ തന്നെ വ്യക്തിത്വത്തിൽ വന്നുപെട്ട കൂടുതൽ ഡിപ്രഷനാണ് നമ്മൾ സൈക്കോളജിക്കൽ കൂടെ ഉണ്ടാകുന്നത്.